ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു വ്യാഴാഴ്ച വൈകുന്നേരം റെസ്റ്റോറൻറ്റിൽ വന്നതാണ് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് വലിയ തിരക്കൊന്നുമില്ല. നോർമലി നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റുകൾ സാധാരണ സ്ലോ ആണ്. കാരണം ആൾക്കാർ ഓൾറെഡി പൈസയൊക്കെ സ്പെൻഡ് ചെയ്ത് പിന്നെ ആ ഒരു വിൻ്ററും ഒക്കെ ആകുമ്പോൾ ആ ഒരു 2-3 ആഴ്ച ഭയങ്കര സ്ലോ ആണ് റെസ്റ്റോറൻറ്റുകളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസം ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോ ഒന്നുമില്ല, ഭയങ്കര സിമ്പിളായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാസ്തയാണ്. പാസ്തേൻ്റെ പേര് പാസ്ത അയോളിയോ എന്നാണ്. കൂടുതലായിട്ട് നമ്മൾ സ്പെഗറ്റി, ലിങ്കൂനി അങ്ങനെയുള്ള പാസ്തകളാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് പാസ്തയും യൂസ് ചെയ്യാം. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് നോർമലി പാസ്ത നമ്മളൊരു 7 മിനിറ്റ് കുക്ക് ചെയ്ത് പ്രീ കുക്ക് ചെയ്തിട്ട് ചെറിയ പോർഷനാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റുകളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാസ്ത ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ചോപ്പ് ചെയ്ത ഗാർലിക്ക് ഇട്ട് സോത്തേ ചെയ്ത് അതിലേക്ക് പാസ്ത ആഡ് ചെയ്തതിന് ശേഷം പാർമസാൻ ചീസ്, ഗ്രേറ്റ് ചെയ്ത പാർമസാൻ ചീസ്, ചില്ലി ഫ്ലേക്സ്, പാർസലി, കുറച്ച് ബ്ലാക്ക് പെപ്പർ, ഒലിവ് ഓയിൽ, ഇത്ര ഇൻഗ്രീഡിയൻസ് ഇതിന് വേണ്ടുള്ളൂ. അത്ര ഹെവി ഒന്നുമല്ല, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ തന്നെ നമുക്കതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യും. പിന്നെ ഭയങ്കര എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണല്ലോ. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഇത് കൂടുതലായിട്ട് ആൾക്കാർ ഓർഡർ ചെയ്യാറുണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റ് വരുമ്പോൾ എല്ലാവർക്കും കുറച്ചും കൂടെ ഫാൻസി ആയിട്ടുള്ള ഫുഡാണല്ലോ വേണ്ടത്. അപ്പോൾ നോർമലി നമ്മളിത് പ്ലേറ്റ് ചെയ്യുന്നത് റൗണ്ട് പ്ലേറ്റിലാണ്. പക്ഷെ ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ വെറുതെ ഒരു ലോങ് പ്ലേറ്റ് ചെയ്ത് ട്രൈ ചെയ്തെന്നുള്ളൂ. നോർമലി ലോങ് പ്ലേറ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ ടീസർ വെച്ചിട്ട് അതിനെ റോൾ ചെയ്തിട്ട് ഒരു പ്രോപ്പർ ഷേപ്പിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ മേലെ കുറച്ചും കൂടെ ഒലിവ് ഓയിൽ ഇട്ട് കുറച്ച് ഗ്രേറ്റഡ് പാർമസാൻ ഇട്ടിട്ട് കുറച്ച് ഫിനിഷ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ക്രഷ് ബ്ലാക്ക് പേപ്പറും കൂടി ഇടും. അപ്പോൾ ആ ഒരു പാസ്തേൻ്റെ ഒരു വ്യൂ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ദിവസമാണ്. അപ്പോഴാണ് ഞാൻ ചെയ്തത് അത്ര ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ വന്നിട്ട് പറയുന്നത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അങ്ങനെ പ്ലേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം അദ്ദേഹം ഒന്ന് ട്വിസ്റ്റർ വെച്ച് ട്രൈ ചെയ്തെങ്കിൽ അവസാനം ഞാൻ തന്നെ ഫിനിഷ് ചെയ്യേണ്ടതായിട്ട് വന്നു. എന്തായാലും കുഴപ്പമില്ല, നല്ല പാസ്തയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. വീട്ടിൽ എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്യുന്നവരും കാനഡയിലൊക്കെ ഉള്ളവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നൊരു പാസ്തയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എൻജോയ് ചെയ്യുക. ഫുഡ് എപ്പോഴും നമ്മൾ എൻജോയ് ചെയ്ത് കഴിക്കണം. താങ്ക് യു.